ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്ന വിവാദങ്ങൾക്ക് മറുപടിയുമായി നടി അന്ന രാജൻ. ശുദ്ധമായ ഭക്തിയോടെയാണ് ആറ്റുകാൽ ക്ഷേത്രത്തിലെത്തി പൊങ്കാല അർപ്പിച്ചതെന്നാണ് താരം പറയുന്നത്. തന്റെ വസ്ത്രധാരണമോ പെരുമാറ്റമോ ഏതെങ്കിലും ഭക്തരുടെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമ ചോദിക്കുന്നുവെന്നും നടി പറഞ്ഞു. കൈകൂപ്പിയും കണ്ണു നിറഞ്ഞുമാണ് താൻ ഈ കുറിപ്പ് എഴുതുന്നതെന്ന് വ്യക്തമാക്കിയായിരുന്നു അന്നയുടെ പ്രതികരണം. പൊങ്കാല ചടങ്ങിനിടെ എടുത്ത നടിയുടെ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതോടെയാണ് വിവാദമുയർന്നത്. പ്രത്യേകിച്ച് നടിയുടെ വസ്ത്രധാരണത്തെക്കുറിച്ചും വിവിധ ആംഗിളുകളിൽ നിന്നെടുത്ത ചിത്രങ്ങളെയും വീഡിയോകളെയും ചുറ്റിപ്പറ്റിയാണ് വലിയ ചർച്ചകൾ നടന്നത്. ചില യൂട്യൂബ് ചാനലുകൾ ബോഡി ഷേമിംഗ് രീതിയിലുള്ള ദൃശ്യങ്ങൾ പങ്കുവച്ചതും വിമർശനങ്ങൾക്കിടയാക്കി. സ്വന്തം ബ്രാൻഡിൽ നിന്നുള്ള സാരിയാണ് അന്ന പൊങ്കാലയ്ക്ക് ധരിച്ചെത്തിയത്. ചടങ്ങിനിടെ നടിയുടെ ദൃശ്യങ്ങൾ നിരവധി യൂട്യൂബ് ചാനലുകളിൽ പ്രചരിച്ചതോടെ ചിലർ നടിയെ പിന്തുണച്ചപ്പോൾ മറ്റു ചിലർ വിമർശനങ്ങളുമായി രംഗത്തെത്തി. യൂട്യൂബേഴ്സിനെ മനഃപൂർവ്വം ക്ഷണിച്ചാണ് നടി എത്തിയതെന്നും പൊതുസ്ഥലത്തെത്തുമ്പോൾ കൂടുതൽ സൂക്ഷിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണെന്നുമാണ് ചിലരുടെ വിമർശനം. കൂടാതെ പൊങ്കാല അർപ്പിക്കാനല്ല, മറിച്ച് നഷ്ടപ്പെട്ട ജനപ്രീതി തിരികെ നേടാനാണ് നടി എത്തിയതെന്ന തരത്തിലുള്ള ആരോപണങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നിരുന്നു. ഇതിനിടെയാണ് സംഭവത്തെക്കുറിച്ച് വിശദീകരിച്ച് നടി അന്ന രാജൻ പ്രതികരിച്ചത്. നടിയുടെ കുറിപ്പ് പുറത്തു വന്നതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ അനുകൂലവും പ്രതികൂലവുമായ പ്രതികരണങ്ങൾ തുടരുകയാണ്. നടിയുടെ വാക്കുകൾ ഇങ്ങനെ: കൈകൂപ്പി കണ്ണീരോടെ ആറ്റുകാലമ്മയുടെ തൃപ്പാദങ്ങളിൽ ഞാൻ ആദ്യമായി പൊങ്കാല അർപ്പിച്ച ദിനമായിരുന്നു അത്. ശുദ്ധമായ ഭക്തിയോടെയാണ് താൻ അവിടെ എത്തിയിരുന്നത്. അതികഠിനമായ ചൂടിൽ നിന്നുകൊണ്ട് വിറകടുപ്പിൽ പൊങ്കാല ഒരുക്കി അമ്മയുടെ നാമം ജപിച്ച് വിശ്വാസത്തോടെ ആ നിമിഷം അനുഭവിക്കുകയായിരുന്നു. ആ പരിശുദ്ധമായ നിമിഷത്തിനിടെ ചില അനാവശ്യമായ വീഡിയോകളും ക്ലിപ്പുകളും പകർത്തി പങ്കുവയ്ക്കപ്പെട്ടിട്ടുണ്ടെന്ന് കണ്ടപ്പോൾ വളരെ വേദനയായി. ചുറ്റുമുണ്ടായിരുന്ന എല്ലാവരെയും, മീഡിയയും ഉൾപ്പെടെ ഞാൻ വിശ്വസിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്നു. എൻ്റെ ഭക്തിയെ ദുർബലപ്പെടുത്തുന്ന രീതിയിൽ ചില നിമിഷങ്ങൾ അവതരിപ്പിച്ചത് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. എൻ്റെ സാരിയോ ഭാവങ്ങളോ അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും പ്രവൃത്തികളോ കാരണം ഏതെങ്കിലും ഭക്തരുടെ മനസ്സിൽ അനാവശ്യമായി വേദനയുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഹൃദയപൂർവ്വം ക്ഷമ ചോദിക്കുന്നു. ഒരിക്കലും അതായിരുന്നില്ല എൻ്റെ ലക്ഷ്യം. എൻ്റെ മനസ്സ് അമ്മയ്ക്കറിയാം. ആ ചൂടും ആ പരിശ്രമവും ആ പ്രാർത്ഥനകളും എൻ്റെ ചിരിയുടെ പിന്നിലുള്ള സത്യസന്ധതയും അമ്മയ്ക്കറിയാം. ആ സത്യം മതി എനിക്ക്. എപ്പോഴും ഞാൻ ആറ്റുകാലമ്മയുടെ വിനയമുള്ള ഒരു ഭക്തയായി തുടരും. എല്ലാം അമ്മയുടെ തിരുവടികളിൽ സമർപ്പിച്ചുകൊണ്ട്. അന്ന രാജൻ്റെ വാക്കുകൾ.